എപ്പോഴെങ്കിലും ലാലേട്ടൻ്റെ കൂടെ ഒന്ന് തല കാണിക്കണം, ലാലേട്ടൻ ഒന്ന് നേരിട്ട് കാണണം, അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. അല്ലാതെ ഇത്രയും വലിയൊരു ഫ്രാഞ്ചൈസിയുടെ ഭാഗമാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഹോസ്റ്റലറിലത്തെ പണി എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി മറ്റേ വൃത്തികെട്ട പണിയാണല്ലോ. അപ്പൊ ഇത് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ദൃശ്യത്തില് ഓക്കെയാണ്. ഫുൾ സ്ക്രിപ്റ്റ് ക്ലൈമാക്സ് ഒന്നും നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു. ഈ അടുത്ത് ഞാൻ എവിടെ പോയപ്പോ എന്നോട് ഓടി വന്നിട്ട് ബ്രോ ദൃശ്യം 3യുടെ ക്ലൈമാക്സ് എന്താ ബ്രോ എന്ന് പറഞ്ഞു, റിലീസ് ആവുന്നതിന് മുന്നേ. കോളേജ് ഗ്രൂപ്പിലേക്ക് ഇന്നലെ രാവിലെ 8 മണി മുതൽ തന്നെ ചർച്ചയാണ്. നെഗറ്റീവ് ഷെയ്ഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു പൂച്ചക്കണ്ണുള്ള ആൾക്കാരെ കാസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നായകന്മാർ നെഗറ്റീവ് ഷെയ്ഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ലൈറ്റർ ഷെയ്ഡ് കണ്ടു. ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ 2016 നമുക്കിത് ഓഡിഷൻ നമുക്കിത് ഫേക്ക് ആണോ അല്ലയോ എന്ന് അറിയാൻ പോലും പറ്റില്ല. അപ്പൊ മോഹൻലാലിന് ഡയറക്റ്റ് കൊടുക്കുന്നില്ലെങ്കിലും പണി കൊടുക്കാൻ വേണ്ടി പോകുന്നു വേറെ ക്യാരക്ടർ. പ്രണവ് മോഹൻലാൽ ഭയങ്കര ജെന്യൂൻ ആയിട്ട്, ഇത്രയും ജെന്യൂൻ ആയിട്ട് ഒരാൾക്ക് ഇരിക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് ഇപ്പോൾ വീട്ടിൽ നിന്ന് എന്ത് ചെയ്താലും ഓക്കെയാണ്. ഇപ്പോൾ സിനിമയാണെങ്കിലും ഫുൾ സപ്പോർട്ടാണ്. ജിത്തു സാർ പറയുമ്പോൾ തന്നെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനത് ഫസ്റ്റ് ഹാഫിൽ മാത്രമുള്ളൊരു റോളാണ്. റഹ്മാൻകയുടെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് അങ്ങ് ഇല്ലാണ്ടാക്കും റഹ്മാൻക്ക്. എന്താ വെച്ചാൽ എടാ നമുക്ക് ബാക്കിയുള്ളവന്മാരോട് ഷർട്ട് അയച്ച് നിൽക്കുമ്പോൾ മര്യാദയ്ക്ക് നിൽക്കണമെന്ന് നീ പോയി വർക്കൗട്ട് ചെയ്യും, ഇങ്ങനെ ഒന്ന് പറഞ്ഞിട്ട് പോകും. തിയേറ്ററിൽ ഗംഭീരമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ദൃശ്യം 3. അപ്പൊ സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്കൊപ്പം ഉള്ളത് ശിവ ഹരിഹരനാണ്. ഹലോ. ഹലോ. ഹായ്. ഹായ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അടിപൊളി വിശേഷം. ഇപ്പോൾ ദൃശ്യം 3 തന്നെയാണല്ലോ വിശേഷം. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ഇപ്പോൾ ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേക്ക് പടം റിലീസായി. അപ്പോൾ ലാലേട്ടനും കവിത തിയേറ്ററിൽ ഉണ്ടായിരുന്നു. ആ ഷോയ്ക്ക് എല്ലാവരും കൂടെ കയറി ഗംഭീര റെസ്പോൺസാണ് എല്ലാവരും കിട്ടുന്നത്. അപ്പോൾ ഭയങ്കര ഹാപ്പി. ദൃശ്യത്തിലേക്ക് ഇപ്പം ദൃശ്യമാണല്ലോ ലേറ്റസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പം ദൃശ്യത്തിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? ദൃശ്യത്തിലേക്ക് എത്തിപ്പെട്ടെന്ന് വെച്ചാൽ ജിത്തു സാറ് ജിംഖാന കഴിഞ്ഞിട്ട് ജിത്തു സാറിൻ്റെ ടീമിൽ നിന്ന് വലതുവശത്തെ കള്ളനിലേക്ക് വിളിച്ചു. അപ്പോൾ വലതുവശത്തെ കള്ളനിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡ് കഥാപാത്രം അതിനകത്ത്. അപ്പോൾ ഞാനെന്താ വെച്ചാൽ ഇതുവരെ ഹോസ്റ്റലർ വരെ ചെയ്ത കഥാപാത്രങ്ങൾക്ക് നെഗറ്റീവ് ഷെയ്ഡ് ആയതുകൊണ്ട് എനിക്കതൊന്നും ഇങ്ങനെ മാറ്റി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ ഇത് ജിത്തു സാറെ പോലെ വലിയൊരു ഡയറക്ടറോട് എങ്ങനെ പറയും, അങ്ങനെയൊക്കെയുള്ളൊരു ഇതിൽ നിൽക്കുമ്പോൾ ഞാൻ കുറച്ച് ആൾക്കാർ പറഞ്ഞാൽ നീ പോയി നുണ പറയും, ഡേറ്റ് ഇല്ലാതെ നുണ പറയുന്നതൊക്കെ പറഞ്ഞു. അപ്പോൾ പക്ഷെ എൻ്റെ 2 ഫ്രണ്ട്സുണ്ട്, അതായത് ബോബി, രാഹുൽ, ഇവർ രണ്ടുപേരും മിഥുൻ ചേട്ടൻ്റെ അസോസിയേറ്റ്, റഹ്മാൻകയുടെ കാലിത്ത് റഹ്മാൻ്റെ അസോസിയേറ്റുള്ള ആൾക്കാർ. അപ്പോൾ ഇവരോടാണ് ഞാൻ എപ്പോഴും ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഇവർ പറഞ്ഞു നീ ഇതൊന്നും ചെയ്യണ്ട, ജിത്തു സാറോട് നേരിട്ട് പോയി കാര്യം പറ, ഇതാണെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് മനസ്സിലാവുന്നത്. സാർ അപ്പോൾ ദൃശ്യം 3യുടെ ക്ലൈമാക്സ് എഴുതിക്കൊണ്ടിരിക്കുന്ന ടൈം. അപ്പോൾ ഞാൻ സാറെ അസോസിയേറ്റിനെ വിളിച്ച് ഇതുപോലെ പറഞ്ഞു എനിക്കൊന്ന് കാണണം, സാറെ കാണണം എന്ന് പറഞ്ഞ് പോയി കണ്ടു. സാറിൻ്റെ വീട്ടിൽ പോയി കണ്ടപ്പോൾ സാറ് ഇതുപോലെ എന്നോട് പറഞ്ഞാൽ നീ ഇത് നേരിട്ട് വന്ന് പറഞ്ഞു തന്നെ, കാരണം നീ ഇത് വേറെ ആരോട് ഏതെങ്കിലും രീതിക്ക് പറഞ്ഞാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് എത്തുമ്പോഴേക്കും അത് വേറെ രീതിക്ക് ആവുമല്ലോ, അതായത് ഡേറ്റ് ഇല്ല അങ്ങനെയൊക്കെ ആവും എത്തുക. അപ്പോൾ ഇതിങ്ങനെ നേരിട്ട് വന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനിയൊരു നല്ല പരിപാടി വരുമ്പോൾ എന്തായാലും വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ദൃശ്യം 3ലേക്ക് എത്തുന്നത്. പക്ഷെ വലതുവശത്തെ കള്ളനിൽ ഒരു റോൾ ഉണ്ടായിരുന്നു. അത് പിന്നെ ഞാൻ തന്നെ ചോദിച്ചു മേടിച്ചു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ജിത്തു സാറിന്റെ ടീമിൽ നിന്ന് ഒരു വിളി വന്നിട്ട്, അപ്പൊ അത് ഞാൻ പറഞ്ഞു എന്തെങ്കിലും ചെറിയ പരിപാടി എന്തായാലും ചെയ്യാന്നുണ്ട്. അപ്പൊ പറഞ്ഞു ഈ റോൾ നീ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ നീ ആണെന്ന് വിചാരിക്കാൻ ചാൻസ് ഉണ്ട്, അപ്പൊ അത് ചെയ്താൽ നിനക്ക് ഓക്കെ ആണെങ്കിൽ ചെയ്തോന്ന് പറഞ്ഞു. അങ്ങനെയാണ് അതൊരു 2 സീൻ കള്ളനകത്ത്. ഇപ്പം ദൃശ്യത്തിലേക്ക് വരുമ്പോൾ ദൃശ്യം ഒരു വലിയ യൂണിവേഴ്സ് ആണ്, മലയാളത്തിന്റെ വേറൊരു ബ്രാൻഡാണ് ദൃശ്യം. ഈ യൂണിവേഴ്സിന്റെ ഭാഗമാവും എന്ന് ആദ്യം ദൃശ്യം 1 ഒക്കെ ഇറങ്ങിയ സമയത്ത് ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നു. ഓക്കെ കുറച്ചുകൂടെ എത്തിക്കഴിഞ്ഞാൽ ദൃശ്യം 3 ഒക്കെ ഭാഗം, അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നോ? ദൃശ്യം 1ന്റെ ടൈമിൽ ഒട്ടുമില്ല. കാരണം ദൃശ്യം 1ന്റെ ടൈമിൽ നമ്മൾ കട്ട ലാലേട്ടൻ ഫാൻ, എല്ലാ പടവും ഫസ്റ്റ് ഷോ തിയേറ്ററിൽ പോയി കാണുന്ന മുകളിലാണ് ദൃശ്യം. അതെനിക്ക് ഫസ്റ്റ് ഷോ മിസ്സായി, മാറ്റിനിക്കാണ് ഞാൻ കയറിയത്. അപ്പോൾ ദൃശ്യം കണ്ടിങ്ങനെ തരിച്ചിരുന്നതൊക്കെ നമുക്ക് വൺ എക്സ്പീരിയൻസ് ആയിരുന്നല്ലോ. ദൃശ്യം തിയേറ്റർ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ ഒരു ഫാമിലി പടമാണെന്ന് എക്സ്പെക്ട് ചെയ്ത് സെക്കൻഡ് ഹാഫിലാണല്ലോ ഇങ്ങനത്തെ ഇതൊക്കെ. അപ്പോൾ അത് വൺ ഓഫ് ദ ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ ആ സമയത്ത് അഭിനയമോഹം പരിപാടിയൊന്നുമില്ല. പക്ഷെ ദൃശ്യം 2 ആകുമ്പോഴേക്കും നമ്മളിങ്ങനെ ട്രൈ ചെയ്യാനൊക്കെ തുടങ്ങി, ഓഡിഷനൊക്കെ പോയി തുടങ്ങി, ഷോർട്ട് ഫിലിം ചെയ്തു. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട് എപ്പോഴെങ്കിലും ലാലേട്ടൻ്റെ കൂടെ ഒന്ന് തല കാണിക്കണം, ലാലേട്ടൻ ഒന്ന് നേരിട്ട് കാണണം, അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. അല്ലാതെ ഇത്രയും വലിയൊരു ഫ്രാഞ്ചൈസിയുടെ ഭാഗമാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അപ്പോൾ അത് ഭയങ്കര ഹാപ്പി ഇങ്ങനെ ഒരു വിളി വന്നപ്പോൾ. ഇപ്പം നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്, നേരത്തെ നമ്മൾ അൻസിബേൻ്റെ അടുത്തും ലാലേട്ടൻ്റെ അടുത്തും ഇവരൊക്കെ അടുത്ത് ചോദ്യങ്ങൾ ചോദിച്ച സമയത്ത് അവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ പോർഷൻസ് അല്ലാതെ, മീൻസ് സിനിമയുടെ സ്ക്രിപ്റ്റ് അൻസിബയ്ക്ക് മോഹൻലാലിനല്ലാതെ വേറെ ആർക്കും അറിയില്ല, അവരുടെ പോർഷൻസ് അല്ലാതെ വേറെ ആരും ഡബ് ചെയ്യുന്ന സമയത്ത് പോലും കണ്ടിട്ടില്ല എന്നുള്ള. അപ്പോൾ ഇന്നലെ ആയിരിക്കുമല്ലോ സിനിമ മുഴുവൻ കണ്ടിട്ടുണ്ടായിരുന്നത്. എങ്ങനെയുണ്ടായിരുന്നു? ഓ ഇത്രയും വലിയൊരു സസ്പെൻസ്, ആ ഒരു ഫീൽ എങ്ങനെയുണ്ടായിരുന്നു? അതില് നമുക്കെന്താ വെച്ചാൽ ഈ ചെറിയ ചെറിയ സാധനങ്ങൾ നമുക്കറിയാം, പക്ഷെ ഫുൾ സ്ക്രിപ്റ്റ് ക്ലൈമാക്സ് ഒന്നും നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു. നമുക്ക് സ്ക്രിപ്റ്റ് തരുമ്പോഴാണെങ്കിൽ നമ്മുടെ ബൈൻഡഡ് ആയിട്ട് നമ്മുടെ സ്ക്രിപ്റ്റിന്റെ പോർഷൻ മാത്രം ഒരു ഫയലിലാക്കിയിട്ട് നമ്മുടെ പേര് എഴുതി തരും. അത് വായിച്ചു കഴിഞ്ഞ് നമ്മൾ തിരിച്ച് തന്ന എഡീസിന്റെ തന്നെ തിരിച്ചു കൊടുക്കുക. കാരണം ഇത്രയും ആന്റിസിപ്പേഷൻ ഉള്ള ഒരു മൂവി ആയതുകൊണ്ട് തന്നെ അതിന് ഭയങ്കര ഒരു എന്താ പറയാ, ഭയങ്കര അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ
കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഞാനിത് ദൃശ്യം എല്ലാവരും ചോദിക്കും, ഈ അടുത്ത് ഞാൻ എവിടെ പോയപ്പോൾ എന്നോട് ഓടി വന്നിട്ട് ബ്രോ ദൃശ്യം 3 ക്ലൈമാക്സ് എന്താ ബ്രോ എന്ന് പറഞ്ഞു, റിലീസ് ആവുന്നതിന് മുന്നേ. അപ്പോൾ നമ്മളും അത്രയും ആൾക്കാർ, എല്ലാ പ്രേക്ഷകരും അത്ര എക്സൈറ്റഡ് ആണ്, നമ്മളും അതുപോലെ ഈക്വലി എക്സൈറ്റഡ് ആണ്. ഇത് എന്താണ് ജിത്തു സാർ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പൊ എന്നോട് കുറെ ആൾക്കാർ നീ നുണ പറയുന്നത് നിനക്ക് അറിയാതെ, എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഇന്നലെയാണ് ഞങ്ങളും തിയേറ്ററിൽ നിന്ന് കണ്ടത് ഇതാണ് ഇതിന്റെ ക്ലൈമാക്സ്. ഒരു കണക്കിന് അത് ആക്ച്വലി നല്ലൊരു ഭയങ്കര നല്ല കാര്യമാണ്. കാരണം ഈ ഒന്നാമത് ഇത് മലയാളി പ്രേക്ഷകർ മാത്രമല്ല, ഇന്ത്യയിലും മുഴുവൻ, അതിന്റെ അപ്പുറത്ത് ചൈനയിലൊക്കെ റീമേക്ക് ചെയ്ത അല്ലെങ്കിൽ കൊറിയനിലൊക്കെ റീമേക്ക് ചെയ്ത സിനിമയാണ്. അപ്പോൾ അത്രയും ആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ഒരു മലയാളം മൂവി ഫ്രാഞ്ചൈസ്, ഇത് വൺ ഓഫ് ദ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ഇതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണെന്ന് എനിക്ക് തോന്നി. കാരണം നമ്മളും തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് ആ ഒരു ഫ്രഷ്നസ് കിട്ടുമല്ലോ. എന്തായിരുന്നു തിയേറ്ററിൽ ദൃശ്യത്തിന്റെ ഒരു റിവ്യൂ പറയാൻ പറഞ്ഞാലുള്ള ഒരു കണ്ടിറങ്ങി അതിന്റെ ഒരു റിവ്യൂ പോലെ, ഐ മീൻ റിവ്യൂ നോട്ട് റിവ്യൂ, ആ ഒരു എക്സ്പീരിയൻസ് വേറൊരാളോട് പറയുകയാണ്. ഓക്കെ, ഇന്നലത്തെ ഷോ ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു. കാരണം ഒന്ന് ലാലേട്ടൻ ആ ഷോയ്ക്ക് ഉണ്ടായിരുന്നു. ലാലേട്ടന്റെ ബർത്ത്ഡേ ആണ്, അപ്പൊ ഫാൻ ഷോ ആണ്. അപ്പൊ നമ്മളൊക്കെ ലാലേട്ടൻ ഫാൻസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ പാലക്കാടൊക്കെ എല്ലാ പടവും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ, സ്കൂൾ മുതലേ കട്ടടിച്ചിട്ട് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോക്ക് പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇന്നലെ എനിക്ക് വന്ന കോളുകൾ മുഴുവൻ, എടാ നീ ലാലേട്ടൻ കണ്ടോ? കോളേജ് ഗ്രൂപ്പിലേക്ക് ഇന്നലെ രാവിലെ 8 മണി മുതൽ തന്നെ ചർച്ചയാണ്. അപ്പോൾ എല്ലാവരും അത്ര ഈക്വലി എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു പടത്തിൽ ലാലേട്ടൻ്റെ ബർത്ത്ഡേക്ക് ലാലേട്ടൻ്റെ കൂടെ തന്നെ ഇരുന്ന് ആ ഷോ കാണാൻ പറ്റി എന്നുള്ളതാണ് ഇന്നലത്തെ എൻ്റെ ഏറ്റവും വലിയ പീക്ക് ഹൈ. അപ്പോൾ പടത്തിൻ്റെ റിവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇത്രയും ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ട് പോലും അതിനോടൊപ്പം അല്ലെങ്കിൽ ആ ഒരു ആൻറ്റിസിപ്പേഷൻ ലെവലിലേക്ക് എത്തിക്കാൻ ജിത്തു സാർക്ക് പറ്റിയെന്നുള്ളത് അത് ഭയങ്കര ഒരു അടിപൊളി കാര്യമാണ്. അപ്പോൾ ഓക്കെ, ദൃശ്യത്തിന്റെ സെറ്റില് ഫസ്റ്റ് ഷോട്ട് വെച്ചതിനെ പറ്റിയിട്ട് ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? മോഹൻലാൽ വരുന്നു, ആ ഒരു ഫസ്റ്റ് ഷോട്ട് ലാലേട്ടന്റെ കൂടെ ഉള്ളതായിരുന്നില്ല. ഇപ്പൊ ലാലേട്ടന്റെ കൂടെ ഉള്ള ഫസ്റ്റ് ഡേ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാലേട്ടൻ വരുമ്പോൾ നമ്മളിങ്ങനെ നോക്കി നിന്നു പോലും നമ്മൾ. അപ്പൊ എന്നോട് എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചു ചോദിക്കും, ഷൂട്ടുള്ള ദിവസമൊക്കെ വിളിച്ചു ചോദിക്കും, നീ ലാലേട്ടൻ കണ്ടോ, ഇന്ന് ലാലേട്ടൻ കണ്ടോ? അതാണ് എല്ലാവരും അത്രയും എക്സൈറ്റഡ് ആയിട്ടിരിക്കുക. അപ്പോൾ ലാലേട്ടൻ ഫസ്റ്റ്, അതായത് നമ്മുടെ സീനുള്ള ദിവസം ലാലേട്ടനെ കാണുമ്പോൾ ലാലേട്ടൻ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരുന്നു. അപ്പം തന്നെ നമ്മളിങ്ങനെ നോക്കി നിന്നു, ലാലേട്ടൻ്റെ അടുത്ത് നിന്ന് ഇവിടെ നിൽക്കുന്നു, ഷോട്ട് റെഡിയാണ്, ഷോട്ടൊക്കെ വിളിക്കുന്നു. കുറേ നേരം കഴിഞ്ഞിട്ട് കട്ട് വിളിക്കുന്നതാണ് ഞാൻ കേൾക്കുന്നത്. ഞാൻ അത്ര നേരം ലാലേട്ടനെ തന്നെ നോക്കി നിൽക്കുക. അപ്പോൾ ഇവിടെ അഭിനയിക്കണം എന്നുള്ളതോ നമ്മൾ അതിനാണ് വന്നതെന്നുള്ളതൊക്കെ മറന്നുപോയി. ലാലേട്ടനെ നോക്കി നിൽക്കുക, ലാലേട്ടൻ ഇങ്ങനെ ഫ്രണ്ടിൽ, ലാലേട്ടൻ്റെ കൈ ഇങ്ങനെ ആവുന്നു, അങ്ങനെ ആവുന്നു, എല്ലാം നോക്കിയത്. അപ്പോൾ ഒരു ഫാൻ ബോയ് എന്നുള്ള രീതിക്ക് ലാലേട്ടൻ ഇത്ര അടുത്ത് കിട്ടി ഇങ്ങനെ ഞാനതങ്ങ് മുതലാക്കി. ഞാൻ കുറെ നേരം ലാലേട്ടനെ ഇങ്ങനെ നോക്കി നിന്നു. അങ്ങനെയായിരുന്നു ഫസ്റ്റ് ഷോട്ട് പോയത്. ജിത്തു സാർ ഇത് കണ്ടിട്ടൊന്നും പറഞ്ഞില്ലേ അഭിനയിക്കടാ? ഇല്ല, ക്യാമറ ബാക്കിലായിരുന്നു, പക്ഷേ സജഷനിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് പിന്നെ നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല, അവിടെ അനങ്ങാതെ നിന്നാ മതി. ഞാൻ അവിടെ സുഖമായിട്ട് നിന്ന് ലാലേട്ടനെ നോക്കി അവിടെ നിന്ന്. ഇപ്പം ഞാൻ ഇത്രയും നേരം നോക്കിയിരുന്നത് കണ്ണുകളിലേക്കാണ്. നല്ല കണ്ണാണ്. പക്ഷെ ഞാൻ മുന്നേ ഉള്ള ഇന്റർവ്യൂവിൽ കേട്ടിട്ടുണ്ടായിരുന്നു, ഈ കണ്ണ് നമുക്കൊരു ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്ന ക്യാരക്ടേഴ്സിലേക്കാണ് പോവാന്ന്. അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്? അങ്ങനെയല്ല. ഇതിപ്പോ എന്താ വെച്ചാൽ പൊതുവെ സിനിമയിലുള്ള ചില ക്ലീശകൾ ഉണ്ടല്ലോ. ഇപ്പോൾ പണ്ട് മുതലേ നെഗറ്റീവ് ഷെയ്ഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു പൂച്ചക്കണ്ണുള്ള ആൾക്കാരെ കാസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നായകന്മാർ നെഗറ്റീവ് ഷെയ്ഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ലൈറ്റർ ഷെയ്ഡ് കണ്ണു വെച്ചിട്ട്. അപ്പൊ അത് നമ്മൾ ഇത്ര കാലം കണ്ട് ശീലിച്ച ഒരു സാധനം ആയതുകൊണ്ടുള്ളതാണ്. അപ്പൊ ഇപ്പൊ പക്ഷെ അത് വലിയ പ്രശ്നമല്ല. ഇപ്പൊ കുറച്ചുകൂടെ പോസിറ്റീവ് റോൾസിലേക്കും പല പല കഥാപാത്രങ്ങളിലേക്ക് ഇപ്പൊ വിളി വരുന്നുണ്ട്. ആലപ്പുഴ ജിംഖാനയിലൊക്കെ കുറച്ചുകൂടെ കോമഡിയും എല്ലാം ഉള്ള ഒരു ക്യാരക്ടറാണല്ലോ. അപ്പൊ അങ്ങനെ ഇപ്പൊ അത് വലിയ പ്രശ്നമല്ല. പക്ഷെ പണ്ട് നമുക്ക് അങ്ങനെ തോന്നിപ്പോകും, ചിലപ്പോൾ നമ്മുടെ കഴിവില്ലായ്മയാവും വേറെ ക്യാരക്ടേഴ്സിട്ട് വിളിക്കാത്തതൊക്കെ. പക്ഷെ ഇപ്പൊ അത് ഓക്കെയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു ആ കരിയറിൽ ഒരു ബ്രേക്ക് തന്നിട്ടുള്ള സിനിമ ആലപ്പുഴ ജിംഖാന തന്നെയായിരിക്കും അല്ലെ? ആൾക്കാർ കുറച്ചുകൂടി ഒന്ന് വിസിബിളായി, എല്ലാവർക്കും കുറച്ചുകൂടി ഫെമിലിയർ ആയിട്ട് ശിവ ഹരിഹരൻ എന്നുള്ള പേര് കുറച്ചുകൂടി രജിസ്റ്റർ ചെയ്യപ്പെട്ട സിനിമ ആലപ്പുഴ ജിംഖാനയായിരിക്കും. ഇതിലേക്ക് വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് മാത്രമായിരുന്നു പടി കുറച്ച് കുറവുണ്ടായിരുന്നു ആ സിനിമയിൽ നിന്ന്. പക്ഷെ നമ്മൾ പോസ്റ്ററൊക്കെ കാണുന്ന സമയത്ത് കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്ത് ബോഡിയൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ആ സിനിമയിലേക്കുള്ളൊരു? അതെന്ന് വെച്ചാൽ റഹ്മാൻ കട പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് അങ്ങ് ഇല്ലാണ്ടാക്കും റഹ്മാൻക്ക്. എന്ന് വെച്ചാൽ എടാ നമുക്ക് ബാക്കിയുള്ളവന്മാരോട് ഷർട്ട് അയച്ച് വെക്കുമ്പോൾ മര്യാദയ്ക്ക് നിൽക്കണമെന്ന് നീ പോയി വർക്കൗട്ടൊക്കെ ചെയ്യും, ഇങ്ങനെ ഒന്ന് പറഞ്ഞിട്ട് പോകും. അപ്പോൾ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാതിരിക്കാനും പറ്റില്ല. അതായത് നീ പോയി വർക്കൗട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്ത് വരണമെന്നൊന്നും പറയില്ല. നീ ബാക്കിയുള്ളവന്മാരോട് വെക്കുമ്പോൾ നീ ആണെങ്കിൽ ആലോചിച്ചോ പോസ്റ്ററിൽ എങ്ങനെ വരുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകും. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതെനിക്ക് വെയിറ്റ് ട്രെയിനിങ് ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മുടെ കോച്ച് ജോഫിൽ കോച്ച്, ബാക്കി എല്ലാവർക്കും ഷിഫാസാണ് ട്രെയിനിങ് ചെയ്തത്. അപ്പൊ എനിക്ക് ജോഫിൽ കോച്ച് ഇതുപോലെ ബോഡി വെയിറ്റ് എക്സസൈസ് മാത്രം ചെയ്ത് ലീൻ ബോഡി ടൈപ്പ് ആക്കി എടുക്കുക. കാരണം നമ്മളെല്ലാവരും +2 കഴിഞ്ഞിട്ട് നിൽക്കുന്ന ടൈമാണ്. അപ്പൊ ഭയങ്കര ലീൻ ആയിട്ടുള്ള ബോഡി ടൈപ്പ്. അതെ. അപ്പൊ അതുകൊണ്ട് ബോക്സിംഗ് ഒന്നും പഠിക്കണ്ട, പക്ഷെ ആ ഒരു പ്രായത്തിലേക്ക് എത്താനുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അങ്ങനത്തെ ട്രെയിനിങ് പരിപാടിയായിരുന്നു.
അപ്പം അതിൽ പണി കുറവ് എനിക്കാണ് അറിയാം. ഇവന്മാർക്ക് ഈ വെയിറ്റ് ട്രെയിനിങ് കഴിഞ്ഞ് വൈകുന്നേരം ബോക്സിങ് ക്ലാസ് ഉണ്ട്, അതൊരു 3 മണിക്കൂറൊക്കെ ഉണ്ടാവും. അപ്പം അത് ആ സമയത്ത് അവരെല്ലാവരും ഭയങ്കരമായിട്ട് ബോക്സിങ്, അതായത് ഇപ്പം നസ്ലിൻ, നുക്കു, ഗണു, സന്ദീപ്, ബേബിക്കും എനിക്കുമാണ് ഒട്ടും പണിയില്ലാത്ത. ബേബിജിന്ന് എനിക്കാണ് ബോക്സിംഗ് ഒന്നുമില്ല, ബാക്കി എല്ലാവരും ഇതിനു വേണ്ടി ഭയങ്കരമായിട്ട്. ഇപ്പം ബേബിജിന്റെ കാര്യം പറഞ്ഞപ്പോൾ ബേബിജിന് ഇപ്പോൾ മോഹിനിയാട്ടത്തില് വലിയൊരു റോൾ, നമ്മളെല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കരുത്. ഓക്കേ, ഇത്രയും ഒരു കാലിബർ ഉള്ള ഒരു മനുഷ്യൻ, ആ ഒരു ഫീൽ ആയിരുന്നു. സിനിമ കണ്ട സമയത്ത് ബേബിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ബേബി കൂടെ തന്നെ ഉണ്ടായിരുന്നു, കാരണം നമ്മൾ അയൽ ക്ലാസിക്കോ എന്ന് പറഞ്ഞ സിനിമയിൽ ഇപ്പം ഞാൻ ബേബി ടോയ്ചേട്ടൻ്റെ കൂടെ ഉള്ള സിനിമയാണ്. അപ്പം അത് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇത് റിലീസായത്. അപ്പോൾ ഇതിൻ്റെ സംവിധായകൻ കൃഷ്ണദാസ് മുരളി, അദ്ദേഹം അഭിനയിക്കുന്ന ആളാണ്. അപ്പോൾ അവൻ്റെ കൂടെ ഞാൻ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, സ്വാതിദാസ് പ്രഭു, അതിനകത്ത് അളിയൻ, അവനും ഉണ്ട് ഈ സിനിമയിൽ. അപ്പോൾ അങ്ങനെ എല്ലാവരും ഉണ്ട്. ഇപ്പോൾ ബേബിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോയി, കാരണം ബേബി ഇപ്പോൾ റാപ്പറാണെന്ന് നമുക്കറിയാം, അതിലിത് കഴിവ് തെളിയിച്ചു. ജിംഖാനയിലൊരു കോമഡിയൊക്കെ ചെയ്യുന്ന ഒരു ഇതായിട്ട് ചെയ്തു. ഇതിനകത്ത് ത്രൂ ഔട്ട് ഒരു സാധനം സുഭാഷായിട്ട് വന്നിട്ട് അങ്ങ് അടിച്ച് തകർത്ത് കളഞ്ഞു. അപ്പോൾ എല്ലാവരും ഭയങ്കര ഭയങ്കര ഹാപ്പിയാണ്, കാരണം ബേബി ഒരു ആസ് എൻ ആക്ടർ ഇനിയിപ്പോൾ എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞാൽ അവൻ തന്നെ ഏതൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, അതുപോലെ ഇനിയിപ്പോൾ റാപ്പ് നിർത്തിയിട്ട് ഇതിലോട്ട് പോകുമെന്ന് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ലെവലിലോട്ടൊക്കെ ആയി ബേബിയുടെ പരിപാടി. നൈസായിരുന്നു ഇതിനകത്ത്. ഇപ്പം പാലക്കാട്, സാധാരണ ഒരു നഗരത്തിൽ പാലക്കാട് വന്നിട്ട് വലിയ ഫിലിമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാതെ വരുന്ന ഒരാളാണ് ശിവ. 1200 ഓഡീഷൻ്റെ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വരുന്ന മീൻസ് നമ്മൾ ഈ ലേറ്റസ്റ്റ് അടുത്തിടെയായിട്ട് നമ്മൾ കുറേ വാർത്തകൾ ഫേക്ക് ആയിട്ടുള്ള ഓഡീഷനെ പറ്റിയിട്ടും അതുപോലെ പ്രൊമോഷന് പോലും അങ്ങനത്തെ ഒരു ആൾക്കാർ ഇപ്പം വാഴ 3 അനൗൺസ് ചെയ്തിട്ടേ ഉള്ളൂ, പക്ഷെ അതിന് മുന്നേ ഓഡീഷൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് കുറേ ഫേക്ക് ആയിട്ടുള്ള ഇത് കേൾക്കുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് ഒരു നല്ലൊരു വേയിലേക്ക് നമുക്ക് സിനിമയിലേക്ക് എത്തിപ്പെടാൻ പറ്റുക? ഐ മീൻ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഓഡീഷൻ ഫേക്ക് ആണോ അല്ലെങ്കിൽ? അതായത് ഇപ്പോൾ കുറച്ചുകൂടെ എളുപ്പമാണ് നമുക്ക് ഓഡീഷൻ ഫേക്ക് ആണോ എന്നുള്ളത് അറിയാം. നമുക്കിപ്പോൾ ആ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ പേജൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ മെസ്സേജ് അയച്ചാൽ അവർ തന്നെ പറയും. ഇപ്പോൾ വാഴ 3, അതുപോലെ ആശീർവാദിൻ്റെ ഈ അടുത്തൊരു സിനിമയ്ക്ക് വേണ്ടി ഓഡിഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഫേക്ക് ഓഡിഷൻ കോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാ കാലത്തും ഉണ്ട്. ഇപ്പോൾ എനിക്ക് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ 2016 നമുക്കിത് ഓഡിഷൻ നമുക്കിത് ഫേക്ക് ആണോ അല്ലയോ എന്ന് അറിയാൻ പോലും പറ്റില്ല. അപ്പോൾ കാസ്റ്റിംഗ് കോൾ ഞാൻ ഇതുപോലെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ കണ്ട ആ ഓഡിഷൻ കോൾ OLX-ലാണ് ഉണ്ടായിരുന്നത്. OLX-ലാണ് ആ ഓഡിഷൻ കോൾ ഉണ്ടായിരുന്നത്. അത് അങ്ങനെയൊക്കെ ഓരോ സാധനം ഫേക്ക് സാധനങ്ങൾ. അപ്പോൾ നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ഭയങ്കര സിനിമയിൽ എങ്ങനെയെങ്കിലും കയറണം എന്നുള്ളതിൽ OLX-ൽ ഒരു ഓഡിഷൻ കോൾ, അതുപോലെ അഭിനയിക്കുന്ന ആൾക്കാർ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് OLX-ൽ. അപ്പോൾ ഞാൻ ശരി എറണാകുളത്ത് നിന്ന് ഓഡിഷൻ അറ്റൻഡ് ചെയ്ത് അവിടെ കുറച്ച് പൈസ, ഒരു പോർട്ട്ഫോളിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞൊരു 10,000-10,000 രൂപ മേടിച്ച് എടുത്തു തന്ന ഫോട്ടോ ആണെങ്കിൽ കച്ചറ ഫോട്ടോ. അപ്പോൾ അങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഫേക്ക് ഓഡിഷൻ കോൾസ് എപ്പോഴും ഉണ്ട്. പക്ഷെ അത് തിരിച്ചറിയാൻ ഇപ്പോൾ ഉള്ളൊരു മാർഗ്ഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഫെഫ്കഡൻ എന്തോ ഒരു ഇത് അവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇല്ല അവിടെ വിളിച്ചു ചോദിക്കാം ഇങ്ങനത്തെ ഒരു സിനിമ തുടങ്ങുന്നുണ്ടോ അങ്ങനെ അതിനുള്ള സൗകര്യമുണ്ട്. അല്ലെങ്കിൽ ഈ ഏത് പ്രൊഡക്ഷൻ, എന്തെങ്കിലും ഒരു പ്രൊഡക്ഷൻ ഹൗസിൻ്റെ പേര് വെച്ചിട്ടാണല്ലോ ചെയ്യുക. അപ്പോൾ ആ പ്രൊഡക്ഷൻ ഹൗസിന് ഡയറക്റ്റ്ലി റീച്ച് ഔട്ട് ചെയ്ത് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാവും. ഇപ്പോൾ ജെന്യൂനായിട്ട് ഇപ്പോഴത്തെ എനിക്കറിയില്ല, പണ്ടൊക്കെ ഓഡിഷൻസ് ഫോർ യു, അതുപോലെ ഫ്രീ കാസ്റ്റിംഗ് കോൾ എന്നൊക്കെ പറഞ്ഞിട്ട് പേജസ് ഉണ്ടായിരുന്നു. അതിൽ ജെന്യൂനായിട്ടുള്ള ഓഡിഷൻസ് ആണ് വന്നുകൊണ്ടിരുന്നത്. നമ്മൾ ഇപ്പോഴാണ് കൂടുതലും കാണുന്നത് ഓഡീഷന് പോയി പറ്റിക്കപ്പെട്ടു, പൈസ പോയി എന്നുള്ള വാർത്തകൾ നമ്മൾ കൂടുതൽ ഇപ്പോഴാണ് കാണുന്നത്. പിന്നെ വേറൊരു കഥ എന്ന് കേട്ടത്, മറ്റേ എന്നെ ഈ സിനിമയിൽ എടുത്തില്ലെങ്കിൽ ഞാൻ തീപ്പെട്ടി പണ്ടനെ വരച്ച് ചത്തകളെന്നൊക്കെ. അത് ചാലക്കുടിയിൽ ഒരു ഓഡീഷൻ പോയപ്പോൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ പടം തന്നെ ഫേക്ക് ആയിരുന്നു, അതാണ് അതിന്റെ കോമഡി. അപ്പൊ പുള്ളി എന്ന് വെച്ചാൽ പുള്ളി ഇത്രയും പണ്ടെണ്ണയൊക്കെ എടുത്തോണ്ട് വന്നിട്ട് ലാസ്റ്റ് ഈ പടം അങ്ങനെ ഒരു പടമേ ഇല്ല, അത് അതിനേക്കാളും വലിയ ഫേക്ക് ഓഡീഷൻ. അപ്പൊ അന്ന് ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു ദിവസം 3 ഓഡീഷൻ 4 ഓഡീഷനൊക്കെ അറ്റൻഡ് ചെയ്യും. ചാലക്കുടിയിൽ ഒരു ഓഡിഷൻ ഉണ്ടാവും, പാലാരിവട്ടം വൈറ്റിലൊരു ഓഡിഷൻ, സ്ഥിരം ഓഡിഷൻ നടക്കും. ഇപ്പോൾ കുറച്ചുകൂടെ ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ അടുത്തുനിന്ന് നമുക്ക് കാസ്റ്റിങ്ങിനുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ കുറേ അധികം ഓപ്ഷൻ. പണ്ടെന്താ വെച്ച് കഴിഞ്ഞാൽ ഓഡിഷൻ ഒരു പബ്ലിസിറ്റിയും കൂടെയാണ്, ഓഡിഷൻ ത്രൂ തന്നെയാണ് എല്ലാ ചെറിയ ചെറിയ റോളിലേക്ക് എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് കുറച്ചുകൂടെ കുറഞ്ഞു. ഇപ്പോൾ പരിചയത്തിലോ അല്ലെങ്കിൽ ഭയങ്കര ക്ലോസ്ഡ് ആയിട്ടുള്ള ഓഡിഷനോ ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സോ അങ്ങനെയൊക്കെ കുറേ കാസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഓഡിഷനൊക്കെ ഒരു 3000 പേര് 2000 അത്രയും ആൾക്കാർ വരും ആ സമയത്ത്. അപ്പോൾ ഇതുപോലെ ഒരു ചാലക്കുടി ഓഡിഷൻ പോയപ്പോൾ ഒരു അപ്പാപ്പൻ ഒരു 10-60-65 വയസ്സുള്ള ഒരു പുള്ളി വന്നിട്ട് ചെയ്തത് എന്റെ പടത്തിൻ്റെ അടുത്തില്ലേ ഞാൻ ചത്തകളെന്ന് പറഞ്ഞ് ഭീഷണി. പക്ഷെ ആ പടവേ ഇല്ല, ചുമ്മാ പുള്ളി അവിടെ വന്നിട്ട്. അങ്ങനത്തെ അടിപൊളി എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഓഡിഷൻ എന്തായാലും കോമഡി ആവും. ഭയങ്കര നെർവസ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ഓഡിഷൻ ഏതിൻ്റെ ആയിരിക്കും? എൻ്റെ ആദ്യത്തെ ഓഡിഷൻ, ഈ പറ്റിക്കപ്പെട്ട ഓഡിഷൻ ഞാൻ ഭയങ്കര നെർവസ് ആയിട്ട് ചെയ്ത്. പക്ഷെ ഓഡിഷൻ കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു അടിപൊളി വാവ്. അപ്പം എനിക്ക് അന്നേ ഞാനിത് ആലോചിച്ച് ഇതാക്കണ്ടായിരുന്നു, ഇത്രയും ഊളായിട്ട് ചെയ്തിട്ട് പോലും ഒരു ഭാവം എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞാൻ വിചാരിച്ചു അപ്പം ഇങ്ങനെയാണ് പരിപാടിയല്ലേ എന്ന്. പിന്നെയാണ് അവർ ഈ പോർട്ട്ഫോളിയോൻ്റെ എടുക്കാനൊക്കെ പറഞ്ഞത്. അത് ഭയങ്കര നെർവസ് ആയിട്ട് ഞാൻ ഇറങ്ങി പോണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളതിൽ പിന്നെ ഞാൻ എന്തായാലും ചെയ്യാന്ന് നോക്കുമ്പോൾ അവിടെ നിന്ന് കൈയും കാലും വരച്ച് നമ്മൾ എന്താണ് ചെയ്തതെന്ന് വരെ നമുക്ക് ഓർമ്മയുണ്ടാവില്ല. ആ ഒരു അവസ്ഥയായി പോകില്ല.
അങ്ങനെ അതായിരുന്നു ഫസ്റ്റത്തെ ഓഡിഷൻ ആയിരുന്നു ഏറ്റവും നെർവസ് ആയിട്ടുള്ള ഓഡിഷൻ. നാടകത്തിലൂടെയും ഷോർട്ട് ഫിലിമിലൂടെയും ഒക്കെയാണ് അഭിനയ മോഹം ഇങ്ങനെ വന്നതെന്ന് തോന്നിയിട്ടുണ്ടല്ലോ. എപ്പോഴായിരുന്നു നമുക്ക് ഓക്കെ എന്നിലൊരു നടനുണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞൊരു മൊമെന്റ്? ഐ മീൻ ഒരു നാടകം കഴിഞ്ഞിട്ട്? അല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം ഞാനാണെങ്കിലും എൻ്റെ കൂട്ടുകാരോട് സംസാരിക്കുമ്പോഴൊക്കെ എനിക്ക് മാത്രമുള്ള ഫീലിംഗ് ആണെന്ന് പറയാൻ വേണ്ടി ഞാൻ കുറേ ആൾക്കാരോട് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് എപ്പോഴും ഒരു സാധനം അഭിനയിച്ച് നമുക്ക് ഒരു 100% സാറ്റിസ്ഫിക്കേഷൻ ഒന്നും വരില്ല എങ്ങനെയായാലും. നമ്മൾ ഇതിനകത്ത് അത് അങ്ങനെ ചെയ്യായിരുന്നു ഇങ്ങനെ ചെയ്യായിരുന്നു. അപ്പം അത് എനിക്ക് മാത്രമല്ല, ഞാൻ നമ്മുടെ കൂട്ടുകാരോട് സംസാരിച്ചപ്പോൾ അവർക്കും ഇതേപോലത്തെ ഫീലിംഗ് ഉണ്ടാവാറുണ്ടെന്നാണ്. അപ്പം നമുക്കൊരിക്കലും നമ്മളങ്ങനെ 100% ഒരു അഭിനേതാവായി അങ്ങനെ തോന്നുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു നല്ല നല്ല ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സാധനം ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കും. അപ്പം നമുക്കൊരു ചെറിയ ചെറിയ കോൺഫിഡൻസ് വരും. ഇപ്പം നമ്മൾ ആദ്യത്തെ സിനിമ ചെയ്യുമ്പോഴുള്ള ടെൻഷൻ നമുക്ക് പിന്നെ ചെയ്യുമ്പോൾ ഉണ്ടാവില്ല. പിന്നെ അത് കുറച്ചുകൂടെ വലിയ ക്യാരക്ടറാവും. പിന്നെ അതിൽ നിന്ന് മുഴുന്നുള്ള കഥാപാത്രത്തിലേക്കാവും. അപ്പം അതങ്ങനെ ചെയ്ത് പഠിക്കുന്ന ഒരു സാധനമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഇമ്പ്രൂവ്. മമ്മൂക്ക തന്നെ ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടില്ലേ, തേക്കും തോറും അത് മിനുക്കി എടുക്കേണ്ട ഒരു സാധനമാണ് അഭിനയം എന്ന്. അതുപോലെ എത്ര മിനുക്കുന്നു അത്രയും അടിപൊളിയാവുന്നുള്ള രീതി. ഇപ്പം മമ്മൂട്ടീനെ പറ്റി പറഞ്ഞുകൊണ്ട് ഓസ്ലറിലാണെങ്കിലും മമ്മൂക്കേൻ്റെ ആ ചെറിയ കാലത്ത് മമ്മൂക്കേൻ്റെ കൂടെ ഒരു പണി തരുന്ന ആ ഒരു സാധനം, ഇപ്പം ദൃശ്യത്തിലാണെങ്കിൽ മോഹൻലാലിന് ഡയറക്റ്റ് കൊടുക്കുന്നില്ലെങ്കിലും പണി കൊടുക്കാൻ വേണ്ടി പോകുന്നു വേറെ ഇതിങ്ങനെ ഞാൻ ഇന്ന് രാവിലെ എന്തോ അങ്ങനെ ഒരു ഇതിൽ കണ്ട് ഇങ്ങനെ ഇത് ആലോചിച്ചിട്ടുണ്ടായിരുന്നോ? ഓക്കെ എന്റെ ഒരു കഥ ഇങ്ങനെയുണ്ടല്ലോ. അല്ല, ഓസ്ലറിലത്തെ പണി എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി മറ്റേ വൃത്തികെട്ട പണിയാണല്ലോ. അപ്പൊ ഇത് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ദൃശ്യത്തില് ഓക്കെയാണ്. ജേർണലിസം ആണല്ലോ. ജേർണലിസത്തിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജേർണലിസ്റ്റുകൾക്ക് എപ്പോഴും നിങ്ങൾ ജേർണലിസ്റ്റ് ആണല്ലോ, നിങ്ങൾക്ക് എപ്പോഴും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല. അത് വെച്ചിട്ടാണല്ലോ നമ്മൾ ഈ ഇത് പോകുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ജേർണലിസം പഠിക്കുന്ന പിള്ളേരോടൊക്കെ കുറച്ച് ഇങ്ങനെ സംസാരിച്ചത്. അപ്പോൾ അവരൊക്കെ പറഞ്ഞ് എന്താ പറയുക, അവരുടെ പ്രൊഫസർ പറഞ്ഞു കൊടുക്കുന്ന കാര്യമൊക്കെ ഇപ്പോൾ നമ്മളൊരു ചായക്കടയിൽ പോയിരുന്ന് കുറേ ആൾക്കാരുടെ കോൺവെർസേഷൻ കേട്ട് അതിൽ നിന്ന് വല്ല ത്രെഡ് ഉണ്ടോ എന്നൊക്കെ നോക്കി അങ്ങനെയൊക്കെ. അപ്പോൾ ജേർണലിസ്റ്റുകൾ എപ്പോഴും ഭയങ്കര ക്യൂരിയസ് ആണ്. അപ്പോൾ ആ രീതിക്ക് നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്തിട്ടില്ല. അല്ല ജോർജ് കുട്ടിക്ക് പണി കൊടുക്കണം എന്നുള്ളത് അങ്ങനെ ചെയ്യരുത്. ലാലേട്ടനല്ലേ? ജോർജ് കുട്ടിയൊക്കെ ആണെങ്കിലും പുള്ളി ലാലേട്ടനല്ലേ? ഇപ്പൊ ഓസ്ലറിലേക്ക് വരികയാണെങ്കിലും ഓസ്ലറിൽ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ആയിരുന്നു. അതൊരു പക്കാ നെഗറ്റീവ്, നമുക്ക് തന്നെ ഒന്നും കൂടെ കൊടുത്താലോ എന്ന് തോന്നുന്ന കഴിഞ്ഞ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരുന്നു. ഇത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഒരു റിയാക്ഷൻ എന്തായിരുന്നു? സിനിമയൊക്കെ ഔട്ടായി പുറത്ത് ഇറങ്ങിയപ്പോൾ ആരെങ്കിലും ഫണ്ണായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു? ഫണ്ണായിട്ടല്ല, എന്നോട് അമ്മ പറഞ്ഞു ഇനി നീ ഇങ്ങനത്തെ സിനിമ നിന്റെ പടം ഞാൻ തിയേറ്ററിൽ കാണാൻ പോകില്ല എന്ന് പറഞ്ഞു. അപ്പൊ കാരണം അമ്മയ്ക്കൊക്കെ മടുത്ത് ഇതുപോലത്തെ കണ്ട് എന്താണ് നീ കാണിച്ചു വെക്കുന്നതെന്നുള്ള മൂടായി. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഓക്കെ ഇനി കുറച്ച് വേറെ വല്ല. അപ്പൊ കറക്റ്റായിട്ട് ആ സമയത്താണ് ജിംഖാന, ഓസ്ലർ കഴിഞ്ഞിട്ടാണ് ജിംഖാനയിലേക്ക് കാസ്റ്റ് ആവുന്നത്. അപ്പൊ എന്തോ ഭാഗ്യത്തിന് ആ സമയത്ത് കറക്റ്റ് ജിംഖാന കിട്ടി. അപ്പൊ അതിനകത്ത് ഇങ്ങനത്തെ മറ്റേ സ്ത്രീകളോട് അപമര്യാദയെ പെരുമാറൽ, അതാണ് മെയിൻ പരിപാടി കുറെ കാലത്തേക്ക്. ഇപ്പൊ അതിൽ നിന്നൊരു മോചനം കിട്ടിയിട്ട് ഇപ്പം ഓസ്ലറിൽ മമ്മൂക്കേനെ പറ്റി മമ്മൂക്കയായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സീനില്ലെങ്കിലും സീൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ മമ്മൂക്ക സെറ്റിലുള്ളപ്പോഴൊക്കെ നമ്മൾ സ്ഥിരം അവിടെ പോയി നിൽക്കുമായിരുന്നു. ഓസ്ലർ റിലീസ് ആയി കഴിഞ്ഞിട്ട് മിഥുൻ ചേട്ടൻ ഞങ്ങൾ ഫ്ലാഷ് ബാക്ക് ബോയ്സ് 5 പേരെയും കൊണ്ട് മമ്മൂക്കയുടെ അടുത്ത് പോയി. അപ്പോൾ മമ്മൂക്കയുടെ അടുത്ത് പോയാണ്ട് മമ്മൂക്ക ചോദിച്ചു, എന്താടാ നിങ്ങൾ കാരണമാണ് പടം ഹിറ്റായെന്ന് പറഞ്ഞു നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അതുകൊണ്ട് എന്താ വെച്ചാൽ മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ ഫുള്ള് നമ്മളാണല്ലോ തിയേറ്റർ വിസിറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ ചുമ്മാ തമാശക്ക് അങ്ങനെ ചോദിച്ചു. പിന്നെ എല്ലാവരും ഇരുത്തി സംസാരിച്ച് എന്നിട്ട് നമുക്ക് മിഥുൻ ചേട്ടനോട് ഇങ്ങനെ പറഞ്ഞു, ഇപ്പോൾ കണ്ടോ പിള്ളേരൊക്കെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും അതും ഇതൊക്കെ പഠിച്ചിട്ടാണ് ഓരോരുത്തന്മാർ സിനിമയ്ക്ക് വരുന്നത്. അപ്പം ഞാനാണ് ആദ്യം നീ എന്താ പഠിച്ചേ? മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. തേക്കടാ ഇതാണ്. അതുകൊണ്ട് മമ്മൂക്ക പറഞ്ഞ അന്ന് കുറേ ഇങ്ങനെ നമുക്ക് കുറേ ടിപ്സൊക്കെ പറഞ്ഞു തന്ന്. ഇപ്പോൾ എന്താ പറയുക, സിനിമയിൽ ഇപ്പോൾ ഒരു ബ്രേക്ക് നമുക്ക് കിട്ടി, പിന്നെ അത് യൂട്ടിലൈസ് ചെയ്ത് നമ്മൾ തന്നെ കയറിപ്പോണം, പിന്നെ ഒരിക്കൽ കൂടെ ഒരാൾ ഹെൽപ്പ് ചെയ്യാൻ വരുന്നുള്ളത് നിങ്ങൾ വിചാരിക്കുന്നു. അങ്ങനെ അന്ന് ഭയങ്കര എല്ലാവരെയും ഭയങ്കര ഇരുത്തി കുറേ നേരം സംസാരിച്ച് ടർബോന്റെ ലൊക്കേഷനിൽ വെച്ചിട്ടായിരുന്നു. ആ ലുക്കൊക്കെ അപ്പം കണ്ടിട്ടുണ്ടാവല്ലേ? ആ ലുക്ക് അന്നൊരു മമ്മൂക്കയുടെ എൻട്രി, ആ പള്ളിയുടെ ഫ്രണ്ടിലുള്ള എൻട്രി സീൻ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് ആ സമയത്ത്. ഓക്കെ, അനശ്വരിയായിട്ടുള്ള എനിക്ക് തോന്നുന്നു ഫ്രഷേഴ്സ് ഡേന്റെ ആ സാധനമായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ചിരി വന്നിട്ടുണ്ടായിരുന്നത്. ആ എത്രയും കാലം ഒരു നെഗറ്റീവ് ഷെയ്ഡ് ആണെങ്കിലും ഇതിലെ വില്ലൻ കുറച്ചുകൂടി സ്റ്റൈലിഷ് നെഗറ്റീവ് വില്ലനാണ്. അത് എടുക്കാൻ ആ ഒരു ക്യാരക്ടറിന് ഇങ്ങനെ എന്തൊക്കെ പ്രിപ്പറേഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു? പ്രിപ്പറേഷൻസ് ആ സമയത്ത് ഒന്ന് ഇതൊരു പീരീഡ് ഫിലിം ആയതുകൊണ്ട് തന്നെ ആ സമയത്ത് ഇപ്പൊ 80s എന്താ പറയാ, നമ്മള് ആ സമയത്ത് ട്രെൻഡിങ് ആയിട്ടുള്ള പാട്ടുകൾ, ആ സമയത്ത് ആർട്ടിസ്റ്റുകൾ അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് ഫോളോ ചെയ്യുന്നു. കാരണം ഇവരുടെ സ്റ്റൈലും ഇപ്പൊ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റൈലൊക്കെ ഇപ്പോഴത്തെ എന്തെങ്കിലും ഒരു ഇതിൽ റെലവെന്റ് ആവുമല്ലോ. അപ്പൊ അതുപോലെ ആ സമയത്ത് എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ കുറച്ച് റിസർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ ഡയറക്ഷൻ ടീമിലുള്ള എല്ലാവരും ഇതുപോലെ കുറെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് സ്റ്റൈലിഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോക്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ
ഇവർക്ക് കുറച്ച് ഇപ്പൊ ഈ പെണ്ണുങ്ങളെ വളയ്ക്കാനും വേണ്ടിയൊക്കെ നടക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഇവര് മൂന്നുപേരും ഈ ഡോക്ടർ ശിവകുമാറും പിന്നെ സേവിയും സെൽവയും അപ്പൊ നമ്മൾ മൂന്നുപേരാണല്ലോ സ്ഥിരം ഒരുമിച്ച്. അപ്പൊ ഇവര് മൂന്നുപേരും ഭയങ്കര എന്താ പറയാ പൈസ ഒരുത്തൻ്റെ അടുത്ത് നല്ല കാശുണ്ട്, അതായത് ഡോക്ടർ ശിവകുമാറിന്റെ അടുത്ത് കാശുണ്ട്. അപ്പോൾ അങ്ങനെ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള ക്യാരക്ടറാണ് മിഥുൻ ചേട്ടൻ ഓൾറെഡി ബ്രീഫ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻ ഇപ്പൊ ആ സിനിമയിൽ ലെൻസ് വെച്ചിട്ടുണ്ടായിരുന്നു കണ്ണിൽ, അത് ഈ ടൈപ്പ് കാസ്റ്റിന്റെ ഭാഗമായിട്ടായിരുന്നു. അതൊരു ബ്ലാക്ക് ലെൻസ് ഞാൻ എടുത്തങ്ങ് വെച്ചു. അത് അല്ല, അത് വേറൊരു കാര്യം കൂടി ഉണ്ട്. കാരണം നമ്മുടെ പ്രസന്റ് കാലഘട്ടം ചെയ്തത് ബ്ലാക്ക് ആയിട്ടാണ്. അപ്പൊ അങ്ങനെ അതിനു വേണ്ടിയിട്ട് നമ്മുടെ ബ്ലാക്ക് ആയിസ് അങ്ങനെയായിരുന്നു അതിലേക്ക്. അനശ്വരന്റെ മറ്റേ കവിത അതൊക്കെ ഓർമ്മയുണ്ടോ? എന്റെ പ്രണയത്തിന്റെ പനിതീർ പൂവുകൾ ചേർത്ത് വെച്ച വസന്തപാടുതി, അത് മിഥുൻ ചേട്ടൻ എഴുതാൻ പറഞ്ഞിട്ട് ആ സമയത്ത് ഞാനും ഒരു എഴുതിയും കൂടെ എഴുതി അതിന്റെ ഫുൾ. എന്നിട്ട് മിഥുൻ ചേട്ടൻ ഇരുന്നിട്ട് ആ കവിത ഒരു പേപ്പറിൽ എഴുതി തന്നു. ആ പേപ്പർ ഇപ്പോൾ എൻ്റെ അടുത്തുണ്ട്. അതൊരു ഫുൾ ഒരു പാരഗ്രാഫുള്ള ഒരു കവിതയാണ്. അതിന്റെ 2 വരിയെ അതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ആ ഷോട്ടിന് മുന്നേ ഞാൻ പറഞ്ഞു കവിത എഴുതാറിയോ, ഒരു കവിത എഴുതാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് പോയി എഴുതി. അപ്പൊ ഞാനും ബാസി എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്, ഞാനും അവനും കൂടെ പോയിരുന്ന് എഴുതി. പിന്നെ മിഥുൻ ചേട്ടൻ അതിന്റെ കറക്റ്റ് ചെയ്തിട്ട് പിന്നെ ഫുള്ളൊരു ഇതായിട്ട് എഴുതി. അങ്ങനെയായിരുന്നു. ഇപ്പം ബൾട്ടിയിലേക്ക് വരികയാണെങ്കിൽ ബൾട്ടി കുറച്ചുകൂടി പണിയെടുത്തിട്ടുള്ളൊരു പടമാണ്. പണിയെടുത്തിട്ടുള്ളൂ, കുറച്ച് അത്യാവശ്യം നന്നായിട്ട് അടി കൊണ്ടിട്ടുണ്ട്, മറിഞ്ഞു വീണിട്ടുണ്ട്, ചത്തിട്ടുണ്ട്, ബുദ്ധിമുട്ടി കുന്തൊക്കെ കുത്തി, അതെ, അവസാനം മരിച്ചു. ആ സിനിമേന്റെ ഒരു ഫുൾ എക്സ്പീരിയൻസ് എന്തായിരുന്നു? ആ പടം എങ്ങനെയായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നു? മീൻസ് അതുവരെ ചെയ്തിട്ടുള്ളതിൽ വെച്ച് കുറച്ച് നന്നായിട്ട് പെർഫോം ചെയ്യാൻ, മീൻസ് നന്നായിട്ട് പണിയെടുത്തിട്ടുള്ള ഒരു പടം, അതിന്റെ ഒരു മൊത്തം ആ ഒരു വെയിറ്റ് എങ്ങനെയായിരുന്നു? അത് ബൾട്ടി ജിംഖാന കഴിഞ്ഞ ഉടനെയാണ് ബൾട്ടി ഓണാവുന്നത്. അപ്പോൾ ജിംഖാനയിൽ ഓൾറെഡി വർക്കൗട്ടൊക്കെ ചെയ്ത് ബോഡി അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിക്ക് നിൽക്കുമ്പോൾ ഇത് ഇങ്ങനെ ഒരു ഫിസിക്കലി ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഫുൾ ത്രൂ ഔട്ടുള്ള ഒരു പരിപാടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഓൾറെഡി പാർക്കർ ട്രെയിനിങ് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ജിംഖാന ഷൂട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പാർക്കർ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു. ശ്രാവൺ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരനെ അവിടെ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഒരു മാസം കേരള ടീമിൻ്റെ സ്റ്റേറ്റ് ടീമിൻ്റെ കോച്ചായിരുന്നു രമേശ് സാറ്. പുള്ളിയുടെ അണ്ടറിൽ നമുക്ക് കബഡി കോച്ചിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻ ഒരു 3 മാസം 4 മാസം. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഫിസിക്കലി ഡ്രെയിൻ ആയപ്പോലും ഇഞ്ചുറീസ് വരാതെ നമുക്ക് ആ ഷൂട്ട് ഫുൾ, നമ്മൾ 92 ദിവസം ഒറ്റ സ്ട്രെച്ചിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇഞ്ചുറീസ് വരും, പക്ഷെ എന്നാലും നമുക്ക് ആർക്കും അങ്ങനെ മേജർ ഇഞ്ചുറി ആയിട്ട് അത് കൺവേർട്ട് ആയില്ല. പക്ഷേ ഷെയ്ൻ്റെ ഒക്കെ ഒരു ഹെഡ് ഇഞ്ചുറി ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഒരു ദിവസം റെസ്റ്റ് എടുത്തിട്ട് പിന്നെയും നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പം അങ്ങനെ എല്ലാവർക്കും ഇതുപോലെ. ഇപ്പം എൻ്റെ ഷോൾഡർ ഇഞ്ചുറി ഉണ്ടായിരുന്നു, അങ്ങനെ ശാന്തനുവിൻ്റെ നക്കിൾ ഫ്രാക്ചറായി. അപ്പം ഇങ്ങനത്തെ ഫിസിക്കലി ഡിമാൻഡ് ചെയ്യുമ്പോൾ അങ്ങനത്തെ ഇതിൽ എന്തായാലും ഇഞ്ചുറീസ് വരും. പക്ഷെ നമ്മൾ പ്രോപ്പർ വർക്കൗട്ട് ചെയ്ത് ഇതിനു വേണ്ടി ട്രെയിൻ ചെയ്ത് ചെയ്യുമ്പോൾ ആ ഇഞ്ചുറീസ് ഹീൽ ചെയ്യാനുള്ള ടൈം ഭയങ്കരമായിട്ട് കുറയും. അപ്പം അത് ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇത്രയും വലിയൊരു പ്രൊഡക്ഷൻ ഹൗസ് ചെയ്തത്, അതായത് ദുരന്തറിന്റെ എഡിറ്ററാണ് നമ്മുടെ എഡിറ്റർ, സായി ഭയങ്കറാണ് മ്യൂസിക്, സന്തോഷ് STK ഫ്രെയിംസ്, സന്തോഷ് സാറും ബിനു ചേട്ടനും, അത് വലിയ പ്രൊഡക്ഷൻ ഹൗസ് ആണ്. അപ്പം അങ്ങനെ കുറേ സ്പെഷ്യാലിറ്റി അതിനുണ്ടായിരുന്നു. അപ്പോൾ അടിപൊളി എക്സ്പീരിയൻസ് ആണ്. സിനിമയിലെ അൽഫോൺസ് പുത്രന്റെ അതെങ്ങനെയായിരുന്നു? ഞാൻ ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. എങ്ങനെയായിരുന്നു പുള്ളിയുടെ കൂടെയുള്ള? അൽഫോൺസ് ചേട്ടൻ പുള്ളി ക്യാമിയോയിൽ വന്നിട്ടുള്ള എല്ലാ പടങ്ങളും ഹിറ്റാണ്. വാഴ 2 അപ്പോൾ അൽഫോൺസ് ചേട്ടൻ ഇപ്പൊ പ്രേമത്തിൽ തന്നെ നമുക്കറിയാം കിടിലൻ പെർഫോമർ ആണെന്നുള്ളത്. ഇത് ഇനി എനിക്ക് തോന്നുന്നു അൽഫോൺസ് ചേട്ടൻ കുറച്ചുകൂടെ ആക്ടറായിട്ടും കൂടെ വരുമെന്ന് തോന്നുന്നു. അപ്പൊ അൽഫോൺസ് ചേട്ടൻ ഇതിനകത്ത് സോഡാ ബാബു എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. ഇതിനകത്ത് ഫൈറ്റും ഉണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര അതിലും ഒരു സ്റ്റൈലിഷ് ആണ്. പിന്നെ അൽഫോൺസ് ചേട്ടൻ ഇതുവരെ അങ്ങനെ ഫൈറ്റ് ഒന്നും ഏത് പടത്തിലും ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ഇത് ഭയങ്കര ഒരു ഗുണ്ട സെറ്റപ്പ്. അതെ, ഒരു സോഡാ ഗുണ്ട. പുള്ളിന്റെ കൂടെയുള്ള ഒരു കോമ്പിനേഷൻ സീനൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് പുള്ളി എന്തെങ്കിലും പറഞ്ഞൊക്കെ തന്നിട്ടുണ്ടായിരുന്നു? അൽഫോൺസ് ചേട്ടൻ ഇപ്പോഴും കോണ്ടാക്ട് ഉള്ള, അത്യാവശ്യം നമ്മൾ ഭയങ്കരമായിട്ട് അൽഫോൺസ് ചേട്ടൻ എല്ലാം കണ്ട ഒരു ഡയറക്ടറാണ്. അതായത് പീക്കും അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ സിനിമയുടെ എല്ലാ ഫേസും കണ്ട ഒരു ഡയറക്ടറാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ എക്സ്പീരിയൻസും വെച്ചിട്ട് അൽഫോൺസ് ചേട്ടൻ നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ എന്നോട് അതാ അൽഫോൺസ് ചേട്ടൻ ആ സമയത്താണ് ഇതുപോലെ പറഞ്ഞത്, എഡിറ്റിംഗ് ഒക്കെ കുറച്ച് നമ്മൾ മനസ്സിലാക്കി വെച്ച ആക്ടേഴ്സിന് നല്ലതാണ്. കട്ട് പോയിന്റ് എവിടെയാണ് വരുന്നത്, ടെക്നിക്കലായിട്ടുള്ള എഡിറ്റിംഗ് അല്ല, അല്ലാതെ ഒരു എഡിറ്റർ ഇന്ന എവിടെയാവും കട്ട് ചെയ്യാൻ ചാൻസ് എന്നൊക്കെ നമ്മൾ പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ ടിപ്സൊക്കെ അൽഫോൺസ് ചേട്ടൻ പറഞ്ഞുതരും. പിന്നെ ഈ സിനിമയിൽ പൂർണിമ ഇന്ദ്രജിത്തിന്റെ ഒരു മേക്ക് ഓവർ ഉണ്ടായിരുന്നു. അതും ഭയങ്കര കിഡിലൻ ഒരു മേക്ക് ഓവർ ആയിരുന്നു. നമ്മൾ ഇതുവരെ പൂർണിമേന അങ്ങനത്തെ ഒരു ഫിഗറിലൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടും ആ സിനിമ ഭയങ്കരമായിട്ട് അതാ. ഇപ്പൊ പൂർണിമ ചേച്ചി ആണെങ്കിലും അതുപോലെ സെൽവരാഘവൻ സാർ, അപ്പൊ ഇവരുടെയൊക്കെ ഒരു അതിൽ വില്ലൻസും അത്രയും സ്ട്രോങ് ആണ്. അപ്പൊ അങ്ങനെ അത് പൂർണിമ ചേച്ചിക്കാണെങ്കിലും അൾട്ടിമേറ്റ്ലി പൂർണിമ ചേച്ചിയാണ് സത്യം പറഞ്ഞാൽ
നായകൻ എന്നുള്ള ലെവലിൽ പോകും. അവരാണ് ജയിക്കുന്നത്. അതിലെ ജീമയാണ് ബാക്കി എല്ലാവരെക്കാളും ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കുന്നത് ജീമയാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അത് നായകൻ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ലെവലുള്ള ക്യാരക്ടർ. അത് പൂർണ്ണ ചേച്ചി ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്യുകയും ചെയ്തു. ആ സിനിമ കഴിഞ്ഞതിന് ശേഷം എന്തായിരുന്നു റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്? അതായത് നമുക്ക് എന്താ വെച്ചാൽ കാന്താര വന്നപ്പോൾ കുറച്ച് ചെറുതായിട്ടൊന്ന്, പക്ഷെ അതുവരെ നല്ല അടിപൊളി റെസ്പോൺസ് ആയിരുന്നു. നമുക്ക് അതർ ലാംഗ്വേജസിന് ഒരുപാട് എൻക്വയറീസും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. തമിഴിൽ നിന്നൊക്കെ കുറെ, ഇപ്പൊ അൻപർ ആക്ഷൻ മാസ്റ്റേഴ്സ് ഉണ്ടല്ലോ, അപ്പൊ അവര് IM ഗെയിമിന്റെ സെറ്റിൽ പോയപ്പോൾ നഹാസ്കൊക്കെ, RDXന്റെ ഡയറക്ടർ നഹാസ്ക, അവരൊക്കെ പടം കണ്ടു വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ IM ഗെയിമിന്റെ സെറ്റിൽ ഞാനും ഉണ്ണീതിന്റെ ഡയറക്ടറും കൂടെ പോയപ്പോഴൊക്കെ മാസ്റ്റേഴ്സ് പടം കണ്ടിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ അങ്ങനെ അത് പ്രത്യേകിച്ച് അതൊരു തമിഴ് ടച്ചും കൂടെ ഉള്ള അങ്ങനത്തെ ഒരു സിനിമയാണല്ലോ. അപ്പൊ അങ്ങനെ അൻപർ മാസ്റ്റേഴ്സിന്റെ ഇഷ്ടമായി. അങ്ങനെ തമിഴിൽ നിന്ന് ഒരുപാട് കോള് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് ഷെയ്നെ പറ്റി ചോദിക്കാതിരിക്കാൻ പറ്റില്ല. എന്തായിരുന്നു ഷെയ്ൻ നിഗത്തിന്റെ? ഷെയ്ൻ എന്താ പറയാ, ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, എന്താ ഇപ്പൊ ഇതാ പറയാം, ഹെഡ് ഇഞ്ചുറി ഒക്കെ വന്ന അടുത്ത ദിവസം തന്നെ അവൻ ഷൂട്ടിന് വന്നു. ഇമോഷണൽ സീൻസ് ഒക്കെ ഭയങ്കര ഡെപ്തിൽ ചെയ്യാൻ പറ്റുന്ന കിഡിലൻ പെർഫോമറാണ് ഷെയ്ൻ. അപ്പോൾ ഭയങ്കര രസമായിരുന്നു. ബൾട്ടി അതായത് പറഞ്ഞത്, ജിംഖാന കഴിഞ്ഞിട്ടാണ് ഞാൻ ബൾട്ടിക്ക് പോകുന്നത്. ജിംഖാന ഇത്രയും കംഫർട്ടായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്ത് ബൾട്ടിയിലേക്ക് പോകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ചിലപ്പോൾ ഒരു അവിടെ നല്ല അല്ലെങ്കിൽ നമുക്ക് ഇതാവും. പക്ഷെ അവിടെയും ഈ പറഞ്ഞ പോലെ എല്ലാത്തിലും ഫ്രണ്ട്ഷിപ്സ് ഭയങ്കര. ഇപ്പം ഇതിലും 3 മാസം 4 മാസം ട്രെയിനിങ് ഉണ്ടല്ലോ. ഷെയ്നും ആ സമയത്തുണ്ട്, ശാന്തനും ഉണ്ട്, ജക്സൺ അവൻ കബഡി പ്ലെയറാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ 4 പേരും ആ കബഡി ടീമിലൊക്കെ ഉള്ള എല്ലാവരും ഉണ്ട്. അപ്പോൾ അതിലും ബോണ്ടിങ് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. കബഡി പഠിച്ചോ? കബഡി പഠിച്ചു കുറച്ചൊക്കെ, ഇപ്പം മറന്നുപോയി. ഇപ്പൊ കുറച്ചൊക്കെ ഒന്ന് വന്നു കഴിഞ്ഞാൽ ഡിഫെൻഡ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ പറ്റില്ല. അതിന് നല്ല ശക്തി വേണം. നമ്മൾ അത് സിനിമയിൽ കാണിക്കുന്ന പോലെ നമ്മള് ഈ പർദീപ് നർവാൾ എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ടത്തെ പ്ലെയേഴ്സ് ഒക്കെ ഉണ്ട്. ഇവരെയൊക്കെ പോയി നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരുടെയൊക്കെ എന്ന് വെച്ചാൽ എന്റെ ഡബിൾ സൈസാണ് പുള്ളിയുടെ. അവരുടെ അടുത്തൊക്കെ പോയി നിന്ന് കഴിഞ്ഞാൽ നമ്മളപ്പോ ചുമ്മാ ഒരു പ്രാക്ടീസ് മാച്ച് പോലെ ചുമ്മാ ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് വെച്ച് അവര് ചുമ്മാ ഒറ്റക്കൈ കൊണ്ട് നമ്മളെ പിടിച്ചങ്ങ് എറിയും, അങ്ങനെ എടുത്തങ്ങ് മാറ്റിയിടും. അപ്പോൾ ചുമ്മാ സിനിമയിൽ അഭിനയിക്കാൻ അല്ലാതെ കബഡി കളിക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. അങ്ങനെയായിരുന്നു. ഇപ്പം ഹൃദയത്തിലെ റോളിനെ കുറിച്ചിട്ട് പ്രണവ് മോഹൻലാൽ പോരട്ടെ. പ്രണവ് മോഹൻലാൽ എന്താ പറയാ, ഞാൻ കുറെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഭയങ്കര ജെന്യൂൻ ആയിട്ട്, ഇത്രയും ജെന്യൂൻ ആയിട്ട് ഒരാൾക്ക് ഇരിക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക്. മോഹൻലാലിന്റെ കൂടി അഭിനയിച്ചു, പ്രണവിന്റെ കൂടി അഭിനയിച്ചു, മമ്മൂട്ടിയുടെ കൂടി അഭിനയിച്ചു. ഓരോ ലിസ്റ്റുകൾ ഇങ്ങനെ ചെക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. വാങ്ങി വെച്ചിട്ടുണ്ട്. ബക്കറ്റ് അല്ലു അർജുന്റെ കൂടെ അഭിനയിച്ചു. എല്ലാ ബക്കറ്റും ഇങ്ങനെ ടിക്ക് ചെയ്തോണ്ടിരിക്കുക. പ്രണവ് മോഹൻലാൽ എന്താ വെച്ചാൽ നമ്മള് ട്രാവലിൽ മാത്രം നമുക്ക് കിട്ടുന്ന ഒരു വിസ്ഡം ഉണ്ടല്ലോ, കുറച്ച് അറിവുകൾ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ മാത്രം. അപ്പൊ അതില് അവൻ പഠിച്ച സൈക്കോളജിയാണ് പഠിച്ചിട്ടുള്ളത്. കുറേ അധികം ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൾക്കാരെ കാണുന്നതും ലോകത്തിനെ കാണുന്നതൊക്കെ വേറൊരു ഇതിലാണ്. ഇത്രയും ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ള ഒരാളെ നമുക്ക് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് അത്ര ജെന്യൂൻ ആവാൻ പറ്റില്ല. നമ്മുടെ ഉള്ളിൽ കുറച്ചൊക്കെ എന്തായാലും ഒരു കള്ളത്തരം ഉണ്ടാവും. പക്ഷെ അവൻ ഭയങ്കര ജെന്യൂൻ ആണ്. പുള്ളിന്റെ കൂടെയുള്ളൊരു അഭിനയിക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു? ഭയങ്കര ചില്ല. അതായത് ഇപ്പോൾ ലാലേട്ടൻ്റെ മോനാണ്, ഇത്ര വലിയൊരു സ്റ്റാറിൻ്റെ മോനാണെന്ന് നമുക്ക് തോന്നുന്നില്ല. പുള്ളി ഭയങ്കര സിമ്പിളായി, ആ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ തന്നെ ഭയങ്കര സിമ്പിളായിട്ട് അവരുടെ കൂടെ നമ്മുടെ കൂടെ വന്നിരിക്കും, തറയിലിരിക്കും, അവിടെ ഇരിക്കും. പ്രണവ് അവിടെ ഉണ്ടെന്ന് പോലും നമുക്ക് ഫീൽ ചെയ്യില്ല. അങ്ങനത്തെ അത്രയും സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ആ സമയത്ത് നമ്മൾ കുറേ ലാലേട്ടൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് ഹൃദയത്തിൻ്റെ ഷൂട്ടിൻ്റെ സമയത്ത്. ഇതിൽ പ്രണവിൻ്റെ ഒരു കസിൻ ഇപ്പോൾ ഇതിനകത്തും അഭിനയിച്ചിട്ടുണ്ട്, ഈ നിഖിൽ എന്ന് പറഞ്ഞിട്ട്, അവനും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്ഥിരം ലാലേട്ടൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ നിഖിലിൻ്റെ വീട്ടിലൊക്കെയാണ്. ലാലേട്ടൻ്റെ വീട്ടിൽ ഒരു വട്ടേ പോയിട്ടുള്ളൂ. അന്ന് ലാലേട്ടനെ കാണുകയും ചെയ്തു ആ സമയത്ത്. അതാ ഇപ്പൊ ഞാനൊരു ദൃശ്യത്തിന്റെ ഷൂട്ടിന്റെ സമയത്ത് ലാലേട്ടൻ പറഞ്ഞു, ലാലേട്ടൻ ഞാൻ ഹൃദയത്തിലുണ്ടായിരുന്നു, അറിയാം മോനെ. ആ ഒരു ഫീല്. ഇപ്പം വിനീത് ശ്രീനിവാസന്റെ കൂടെ മനോഹരവും ആ പടത്തിലാണ് ഹേലനിലേക്ക് പുള്ളി സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ വിനീത് ശ്രീനിവാസൻ, ഓസ്ലറിൽ മിഥുൻ, ജിത്തു ജോസഫ്, ഇപ്പം ഇത്രയും പേരുടെ ഖാലിദ് റഹ്മാൻ ഇത്രയും ഡയറക്ടേഴ്സിന്റെ കൂടെ അഭിനയിച്ചു. ഇവരുടെ അഭിനയിപ്പിച്ചു അവര്. ഇവരുടെയൊക്കെ ആക്ടിങ് മെത്തേഡ് വേറെ വേറെ ആയിരിക്കും. ഇവർ പറഞ്ഞു തരുന്ന കഥ, നരേഷൻ, അതുപോലെ ഇവരുടെ ഡയറക്ഷൻ ഒക്കെ വേറെ വേറെ ആയിരിക്കും. ആരുടെ കൂടെയായിരുന്നു കുറച്ചുകൂടി കംഫർട്ടബിൾ, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഒരു വ്യത്യസ്തത എന്താണ്? എല്ലാ ഡയറക്ടേഴ്സും അവരുടെ ഫിലിം പോലെ തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഞാൻ അതാ പറഞ്ഞത്, എനിക്ക് നമ്മൾ അഭിനയം പഠിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിത് എഴുതി പഠിക്കാനോ നമുക്ക് വായിച്ച് പഠിക്കാനോ, പക്ഷെ ഓരോ ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്ന കുറേ അധികം കാര്യങ്ങൾ. ഇപ്പോൾ വിനീതേട്ടൻ്റെ ഇതിലാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വിനീതേട്ടൻ സ്പീഡായിട്ടാണ് ഷൂട്ട് ചെയ്യുക, ഭയങ്കര സ്പീഡാണ്. ഹൃദയമൊക്കെ നമ്മൾ എനിക്കൊന്ന് 62 ദിവസം 72 ദിവസം അങ്ങനെ കണ്ട് ഷൂട്ട് ചെയ്ത് തീർത്താണ്, ഇത്ര വലിയ സിനിമ. അപ്പോൾ വിനീതേട്ടൻ കുറച്ചുകൂടെ സ്പീഡാണ് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് നമ്മളെപ്പോഴും ഭയങ്കര ഓണായിട്ട് ഇന്നായിട്ടിരിക്കണം. വിനീതേട്ടൻ പെട്ടെന്നാവും ചിലപ്പോൾ ചില കാര്യങ്ങൾ പറയുക.
അധികം ടേക്കൊന്നും പോവില്ല, 2-3 ടേക്കൊക്കെ മാക്സിമം പോവുള്ളൂ. പക്ഷേ നമുക്കെന്നാൽ ഓൾറെഡി ബ്രീഫൊക്കെ തന്ന് അങ്ങനത്തെതാണ്. റഹ്മാൻകയുടെ ഡയറക്ഷനിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ സ്പേസ് എന്ന് വെച്ചാൽ എന്ത് വേണമെങ്കിൽ ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്ക് തരും. സീന് ഒരിക്കൽ റഹ്മാൻക വന്ന് ബ്രീഫ് ചെയ്ത് കഴിഞ്ഞിട്ട് റിഹേഴ്സൽ റഹ്മാൻക പറഞ്ഞു തരും നമുക്ക് ഓരോരുത്തരും ഇന്ന രീതിക്കാണ് പറയേണ്ടത്. അപ്പോൾ അതിൽ ഇമ്പ്രവൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ചെയ്യാനുള്ള സ്പേസ് തരും. മിഥുൻ ചേട്ടൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കൗണ്ടറുകളൊക്കെ വെച്ചിട്ടുള്ള പരിപാടികളാണ്. അപ്പോൾ അതിനും മിഥുൻ ചേട്ടൻ അതിനുള്ള സ്പേസ് തരും. നമ്മൾ എന്ത് വേണമെങ്കിൽ പറയാനുള്ള സ്പേസ് തരും. അത് ഊളത്തരമാണെങ്കിൽ ഊളയാണെന്നുള്ളത് മൊത്തത്തിൽ പറയുകയും ചെയ്യും. ജിത്തു സാറിൻ്റെ കുറച്ചുകൂടെ എന്താ പറയുക സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഷൂട്ട്. ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, നമുക്ക് ഇന്ന സമയത്ത് ഷോട്ട് ഉണ്ടാവും പറഞ്ഞാൽ ആ സമയത്ത് തന്നെ ഷോട്ട് ഉണ്ടാവും. അത്രയും സീനിയർ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു എന്താ പറയുക ഭയങ്കര ഡിസിപ്ലിൻ ആ സെറ്റിലും ഉണ്ടാവും. ഇപ്പം അമലേട്ടൻ്റെ കൂടെ ചെയ്താൽ അമലേട്ടൻ്റെയിലും അതുപോലെ തന്നെ ഭയങ്കര സീനിയർ ആയതുകൊണ്ട് തന്നെ സെറ്റിൽ എപ്പോഴും ആ ഒരു ഡിസിപ്ലിൻ നമുക്ക് എന്തായാലും ഉണ്ടാവും. അപ്പം അങ്ങനെ ഓരോ ഡയറക്ടേഴ്സും ഓരോ എക്സ്പീരിയൻസ് ആണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇങ്ങനെ ഇപ്പോൾ ഉണ്ണി ബൾട്ടിയുടെ ഡയറക്ടർ എൻ്റെ ഫ്രണ്ടാണ്. പക്ഷെ അവൻ ഡയറക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പടമാണ്. പക്ഷെ എന്നാൽ പോലും അവൻ ഡയറക്ട് ചെയ്യുന്ന സമയത്ത് അവൻ ഫുൾ അതിൻ്റെ കൺട്രോളിലാണ്. അവൻ ഇത്ര വലിയൊരു സിനിമയായിട്ട് പോലും അവനത് അത്രയും ഇതായിട്ട് ചെയ്തെടുത്തു. അപ്പോൾ അവനാണെങ്കിലും ബ്രീഫ് തരുന്നതും സാധനങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ ഓരോ ഡയറക്ടേഴ്സിൻ്റെയും ഓരോ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കുറേ കാര്യങ്ങൾ പിന്നെ ഇത്രയും കാലം നമ്മൾ കണ്ട് ആരാഴ്ച കിടക്കുന്ന ഡയറക്ടേഴ്സിൻ്റെ കൂടെയാണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അതിൻ്റെ ഒരു സംഭവം. ഇപ്പോൾ ഈ സിനിമയിലേക്ക് വരാൻ ഒരുപാട് സ്ട്രഗിൾ ഉണ്ടാവും. നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരാളായിരിക്കും. എങ്ങനെയാണ് ഇപ്പം ഈ ഭയങ്കര വലിയ പൊസിഷനിലല്ലെങ്കിലും ഇപ്പം അറിയാം തിരിച്ചറിയുന്ന ഒരു പൊസിഷനിലേക്ക് എത്തി, എന്താണ് ഇപ്പം സെൽഫായിട്ട് തോന്നുന്നത്? എന്താണ് ഇപ്പം പുച്ഛിച്ചവരോടൊക്കെ മുമ്പ് കൂടെ നടക്കുമ്പോഴുള്ളൊരു മൊമെന്റ് എന്താണ്? അങ്ങനെ അല്ല, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളങ്ങനെ ഭയങ്കരമായിട്ട് അച്ചീവ് ചെയ്തിട്ടും ഇതായിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ 2 ദിവസം മുന്നേ എനിക്ക് മെസ്സേജ് വന്നു. എൻ്റെ കൂടെ ഓഡീഷൻ വന്നുകൊണ്ടിരുന്ന 10 വർഷം മുന്നേ ഓഡീഷൻ വന്നുകൊണ്ടിരുന്ന നമ്മുടെ ആളെയ അവർ ദുബായിലൊക്കെയാണ്, കുവൈറ്റിൽ അവിടെയൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അവൻ മെസ്സേജ് ഉണ്ടായിരുന്ന ആളിയാ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം നീ ചെയ്യുന്നുണ്ടല്ലോ, അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ചെറിയ ചെറിയ മൊമെന്റ്സ് ഒക്കെയാണ് നമുക്ക്, കാരണം നമ്മളെ കൊണ്ടും ചെയ്യാൻ പറ്റുന്നൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. കാരണം നമ്മൾ ഇതിനു വേണ്ടി ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ സിനിമയ്ക്ക് വേണ്ടി എറണാകുളത്ത് നിന്ന് വന്ന് നിന്ന് ഇവിടെ ട്രൈ ചെയ്തുകൊണ്ടിരുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ചില ആൾക്കാർ ഇപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ചില ആൾക്കാർ നിർത്തിപ്പോയി. പ്രത്യേകിച്ച് അവരുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷനും കുറേ കാര്യങ്ങളുണ്ടല്ലോ ഇതിനകത്ത്. അപ്പോൾ അങ്ങനത്തെ രീതിക്ക് നമുക്കതിനെ നോക്കി കാണാൻ പറ്റില്ല. നമ്മൾ ഇതൊരു വലിയ ജേണിയാണ്. ഇത് കുറേ കാലം കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതേപോലത്തെ സ്ട്രഗിൾ ആവാം, ചിലപ്പോൾ നാളെ രക്ഷപ്പെടാം, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എനിക്ക് മനസ്സിലായി തുടങ്ങി റിസൾട്ടിനെ കുറിച്ച് ആലോചിക്കാതെ നമ്മൾ ഈ പ്രോസസ്സ് അങ്ങ് എൻജോയ് ചെയ്ത് പോവുക എന്നുള്ള അത് മാത്രമേ ഞാനിപ്പോൾ ആലോചിക്കുന്നുള്ളൂ. പക്ഷേ ഇങ്ങനത്തെ നല്ല നല്ല റോളുകൾ വരുമ്പോൾ ഇത് മുന്നോട്ട് പോകാനുള്ള ഒരു പുഷാണല്ലോ. എപ്പോഴെങ്കിലും മടുത്തു നിർത്താം കുറേ വട്ടം തോന്നിയിട്ടുണ്ട്. ഒരു കരിയറിൽ ഒരു ബ്രേക്ക് കിട്ടി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കാലത്തേക്ക് ഒരു സ്ലോ ഫേസിൽ പോകുമ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതാ ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഓസ്ലർ ഷൂട്ട് കഴിഞ്ഞിട്ട് ഒരുപാട് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ റിലീസും കഴിഞ്ഞിട്ടാണ് ജിംഖാന തുടങ്ങുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ചില സമയത്ത് നമ്മൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവും. ചില കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ നമുക്കെല്ലാം ഇങ്ങനെ ഒരു പെട്ടെന്ന് നടക്കണം, ഭയങ്കര റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മളെപ്പോഴും ചിന്തിക്കുക. ചില കാര്യങ്ങൾ നടക്കാൻ സമയം എടുക്കും, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അപ്പോൾ അത് ആ സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, ഞാൻ നിർത്തി പോകാമെന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് ഇതുപോലെ കോഴിക്കോട് നിന്നൊരു ഫിലിം, ആ ഫിലിം ഇറങ്ങിപ്പോയി. പക്ഷേ അതിൻ്റെ ഓഡീഷൻ ചുമ്മാ റാൻഡമായിട്ട് ഈ ഡയറക്ടർ വിളിച്ചു. എന്നിട്ട് ഞാൻ കോഴിക്കോട് പോയി ഓഡീഷൻ ചെയ്ത് അതിന് സെലക്ട് ആയി. അടുത്ത ദിവസം സ്ക്രിപ്റ്റ് അയച്ചു തന്ന് പ്രൊഡക്ഷനിൽ നിന്ന് വിളി വരുന്ന സമയത്ത് എന്നോട് വിളിച്ചു പറഞ്ഞാൽ ഇന്ന ആളുടെ മോനായിട്ട് നിന്നെ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതിനകത്ത് ലീഡർ റോൾ പോലത്തെ ഇയാളുടെ മോനായിട്ട് നിന്നെ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലുക്ക് വൈസ് നമുക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു എന്തോ ഒരു സാധനം നമ്മളിവിടെ പിടിച്ചു നിർത്താനുള്ളൊരു അങ്ങനെ എന്തോ ഒരു ഇത് അവിടെ നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. നമ്മൾ നിർത്തി പോകാമെന്ന് ആലോചിക്കുമ്പോൾ ഇങ്ങനെ ഒരു കോൾ വരുന്നു, അത് ഇല്ലെങ്കിലും പിന്നെയും നമ്മൾ അതിലോട്ട് തന്നെ തിരിച്ചു വരുന്നു എന്നുള്ളതായിരുന്നല്ലോ. അപ്പം അങ്ങനെ നിർത്തി പോകാന്നുള്ളത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നുന്നു. വീട്ടിൽ നിന്നൊക്കെ ഉള്ള ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു ഫിലിമിലേക്കൊക്കെ? ഞാൻ ഇനി ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നു സിനിമയിലേക്കാണ്. എന്ത് ചെയ്താലും ഓക്കെയാണ്. ഞാൻ +2 എക്സാമിന്റെ സമയത്ത് ഞാൻ പറഞ്ഞിട്ട് എനിക്ക് എയർ ഹോസ്റ്റസ് ആയാൽ മതി. പറഞ്ഞാൽ ആയിക്കോ. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കാലം കഴിഞ്ഞ് പൈലറ്റാണ് ആയിക്കോ, പിന്നെ മെക്കാനിക്കൽ ആയിക്കോ. അപ്പോൾ വീട്ടിൽ നിന്ന് എന്ത് ചെയ്താലും ഓക്കെയാണ്. ഇപ്പോൾ സിനിമയാണെങ്കിലും ഫുൾ സപ്പോർട്ടാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് അങ്ങനെ വലിയ പ്രഷറൊന്നുമില്ല, എല്ലാം എന്ത് ചെയ്താലും ഓക്കെയാണ്. ഇപ്പം അല്ലു അർജുൻ്റെ 42 റൂൾസ് എനിക്ക് തോന്നുന്നു ആ സമയത്ത് മലയാളത്തിൽ നിന്ന് ഒരാളെ പ്രതികരിക്കാനുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു? പുള്ളീൻ്റെ കൂടെ ഒരു പരസ്യ ചിത്രത്തിലേക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങോട്ടേക്ക് എത്തിയത് എങ്ങനെയാണ്? അങ്ങോട്ടേക്ക് എത്തിയത് ഇപ്പോൾ ഞാൻ ആസ്പിറൻസ് എന്ന് പറഞ്ഞിട്ട് TVFന്റെ ഒരു വെബ് സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഹിന്ദിയിൽ അത്യാവശ്യം. അപ്പോൾ മിക്കവാറും ഉള്ള കുറേ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് ഹിന്ദി ഇതിലാണ്. അപ്പോൾ ആ വെബ് സീരീസ് ഇറങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങോട്ട് കുറേ ഇങ്ങനെ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സിൻ്റെ പ്രോപ്പർ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ്, കാസ്റ്റിംഗ് ഏജൻസികളുടെ മെസ്സേജ് വരാറുണ്ട്. നല്ല നല്ല പ്രോജക്ട്സ് വരുമ്പോൾ ഇങ്ങനെ കോൺടാക്ട് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ഒരു
കാസ്റ്റിംഗ് ഡയറക്ടർ വിളിച്ചതാണ് ഇതുപോലെ തംസപ്പിൻ്റെ ആഡാണെന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെയാണ് അതിലേക്ക് എത്തിയത്. അല്ലു അർജുൻ്റെ ഇതെന്താ വെച്ചാൽ നമ്മൾ ആ ഫോട്ടോ ഇട്ടല്ലോ, അല്ലു അർജുൻ്റെ കൂടെയുള്ള ഫോട്ടോ ഇട്ടതും കുറേ അദ്ദേഹത്തിൻ്റെ കുറേ ഫാൻസ്, അവിടെ നിന്നുള്ള ഫാൻസ്, അപ്പോഴാണ് ഈ ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ മെസ്സേജ് വന്നു, ഇതുപോലെ ബ്രോ അറ്റ്ലീസ്റ്റ് പുട്ട് എ കമൻറ്റ് ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ മെസ്സേജ്. അപ്പം നമ്മളവിടെ പോയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു 42 റൂളോ 52 റൂളോ നമുക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ഒരു പോസ്റ്റ് എഴുതി ഇട്ടതാണ്. ശരിക്കും പുള്ളി ഭയങ്കര ഹമ്പിളാണല്ലേ? ഭയങ്കര എന്താ വെച്ചാൽ പുള്ളി വന്ന് നമ്മളോട് എല്ലാവരോടും എന്താ പറയുക ഗ്രീറ്റ് ചെയ്ത് സംസാരിച്ച്, 3 പേരുണ്ട്, നമ്മളും വേറെ 2 പേരും കൂടി ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ സംസാരിച്ച് എന്താ പറയുക ഫോട്ടോ എടുക്കാൻ പുള്ളിയാണ് ഇങ്ങോട്ട് മാനേജറോട് പറഞ്ഞ് നമുക്ക് ഫോട്ടോ കിട്ടണം എന്നൊക്കെ ഉറപ്പാക്കി. അപ്പം അങ്ങനെ ഭയങ്കര ഭയങ്കര ചില്ലാണ്. ഈ തംസപ്പിൻ്റെ വരച്ച പുള്ളി വെച്ച് ഇത് ഫുള്ള് നീ കുടിച്ചോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് 3-4 പ്രാവശ്യം ഇത് കുടിക്കാൻ സാധിക്കുന്നത്. ഞാൻ പറഞ്ഞു കുടിച്ചു. നീ ഇങ്ങനെ കുടിക്കാൻ? പുള്ളി അതിനുള്ള ഒരു ടേപ്പ് ഒട്ടിച്ച് വെച്ചേക്കാം. അപ്പോൾ ഇത് ആരും ഇങ്ങനെ ചുമ്മാ പോസ്റ്റ് ചെയ്താൽ മാത്രം മതി. അപ്പം അങ്ങനെയൊക്കെ ഭയങ്കര എല്ലാവരുമായിട്ടും ഭയങ്കര ചില്ലായിട്ട് കമ്പനിയൊക്കെ ആയിട്ടിരിക്കുന്ന ആളാണ്. ഓക്കെ, നൈസ്. ഇപ്പം ബാക്ക് ടു ദൃശ്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഹാഫിൽ ഉള്ള ഒരു റോളാണ്. ആക്ച്വലി ആ ക്യാരക്ടർ കുറച്ചുകൂടി ഉണ്ടായിരുന്നോ? സെക്കൻഡ് ഹാഫിലേക്കും കൂടി ആ ക്യാരക്ടർ ഉണ്ടായിരുന്നോ? ഇല്ല, ഇത് നമ്മളോട് ജിത്തു സാർ പറയുമ്പോൾ തന്നെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജിത്തു സാറും ചീഫ് അർഫാസ് വിളിക്കുമ്പോൾ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ മാത്രമുള്ളൊരു റോളാണ്. അതെന്താ വെച്ചാൽ ഈ സിനിമയ്ക്കകത്ത് നമുക്ക് ചില കാര്യങ്ങൾ എല്ലാ ക്യാരക്ടറിനും ഒരു കംപ്ലീഷൻ ചിലപ്പോൾ കൊടുക്കാൻ പറ്റിയില്ലെന്ന്. ഒന്നാമത് വലിയൊരു സിനിമയാണ്. ഇപ്പൊ സെക്കൻഡ് ഹാഫിൽ വരുന്ന ക്യാരക്ടേഴ്സും അത്രയും ഇതായിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് ഇതാ. പക്ഷെ നമ്മൾ ഇത്രയും വലിയൊരു ഫ്രാഞ്ചൈസിയുടെ ഭാഗമാവുന്നു എന്നുള്ളതാണ് അല്ലേ. പിന്നെ ഫസ്റ്റ് ഹാഫിൽ തുടങ്ങി വെക്കുന്നത് ഈ 2 ജേർണലിസ്റ്റ് ആണല്ലോ, ഈ ഒരു അന്വേഷണം പിന്നെയും തുടങ്ങി വെക്കുന്നത്. അപ്പൊ അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ മാത്രമേ ഉണ്ടായത്. സ്ക്രിപ്റ്റ് ഷൂട്ട് ചെയ്തെല്ലാം വന്നിട്ടുണ്ട്. സന്തോഷം. ഓക്കെ, അപ്കമിങ് പടങ്ങൾ എന്തൊക്കെയാണ് ഇനി അപ്കമിങ് പടങ്ങൾ? ഇപ്പൊ കോസ്മിക് സാംസൺ ഷൂട്ട് കഴിഞ്ഞു. വീക്കെൻഡ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് സന്ദീപ് നായകനായിട്ടുള്ള സിനിമ കോസ്മിക് സാംസൺ ഷൂട്ട് കഴിഞ്ഞു. പിന്നെ അമലേട്ടന്റെ ഇതിൽ ബാച്ചിലർ പാർട്ടി ഡുവെക്സിൽ ചെറിയൊരു റോളുണ്ട്. അതും ജിംഖാന കഴിഞ്ഞിട്ട്. എന്താണ് ബാച്ചിലർ പാർട്ടിന്റെ വിശേഷങ്ങൾ ചോദിക്കാൻ വിട്ടുപോയി? ബാച്ചിലർ പാർട്ടിയുടെ വിശേഷം എനിക്ക് തോന്നുന്നത് അത് പ്രൊഡക്ഷൻ ഹൗസിന്റെ സൈഡിൽ നിന്നൊക്കെ അപ്ഡേറ്റ് വിടുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഞാൻ ഭയങ്കര ചെറിയ റോളാണ് അതിനകത്ത് ചെയ്തേക്കുന്നത്. അപ്പം അത് അമലേട്ടൻ്റെ പടമായതുകൊണ്ട് നമ്മൾ അമലേട്ടൻ്റെ ഫാൻ ആയതുകൊണ്ടും അങ്ങനെ ആ എക്സൈറ്റ്മെന്റിൽ ചെയ്യുന്നത്. അപ്പം അത് ഉണ്ട്. പിന്നെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന എൽ ക്ലാസിക്കോ കഴിഞ്ഞോ? ബാച്ചിലർ പാർട്ടിന്റെ ഷൂട്ട് എൻ്റെ പോർഷൻ ഫുള്ള് കഴിഞ്ഞു. ഇനി എൽ ക്ലാസിക്കോ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ടോവിച്ചേട്ടൻ, മൂസിൻ പരാരി സംവിധാനം ചെയ്യുന്നു. സമീർ താഹിർ, ഷൈജു ഖാലിദ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് വലിയൊരു പ്രോജക്റ്റാണ്, നല്ല പ്രോജക്റ്റാണ്. അതാണ് ഇപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. പടത്തിലെ റോള് കുറച്ചുകൂടി നല്ല വലിയ റോൾ അതിനകത്ത് ത്രൂ ഔട്ട് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ വരുന്ന സിനിമകൾ നല്ല ഹിറ്റ് ആവട്ടെ. താങ്ക് യു. വലിയൊരു ഭാവി ഉണ്ടാവട്ടെ, വലിയൊരു നടനാവട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.